എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഫോംസ് എന്നുള്ള ചാപ്റ്റർ ആണ്. എഫ്, വി, ഇത്ത്, ദി തുടങ്ങിയ കൺസോണൻസിന് നമുക്കറിയാം ഹുക്ഡ് ഫോംസ് ഉണ്ട്. അതായത് ആർ ഹുക്കും എൽ ഹുക്കും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിന് പുറമെ ഫിർ, വിർ, തിർ, ദിർ തുടങ്ങിയ സൗണ്ട്സുകൾ കിട്ടും. അപ്പോൾ ഈ ഒരു ഫോംസ് കൂടാതെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫോംസ് കൂടാതെ അഡീഷണൽ ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു കൺസോണൻസ് വെച്ചിട്ട് നമ്മൾ വേർഡ്സ് എഴുതുമ്പോൾ ആ വേർഡ്സ് എഴുതുന്നതിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ആൾട്ടർനേറ്റീവ് ഫോംസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺവാർഡ് ആറ്, എസ് തുടങ്ങിയ സ്ട്രോക്കുകൾ ആറിനും എല്ലിനും വേണ്ടിയിട്ട് ഹുക്ക് ഇടാറില്ല. അതിനു വേണ്ടിയിട്ട് ഹുക്ക് ഇടാറില്ല. അപ്പൊ ഈ ഡൗൺവാർഡ് ആറിന്റെയും എസിന്റെയും ഹുക്ഡ് ഫോം ഉപയോഗിച്ചിട്ടാണ്, അതായത് ഹുക്ഡ് ഫോം ആ ഒരു സൗണ്ടിന് വേണ്ടിയിട്ട് ഇടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിർ, വിർ, തിർ, ദിർ തുടങ്ങിയ ആ ഒരു സൗണ്ട്സിന്റെ, അതായത് ആ ഒരു സൗണ്ട്സിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് ഫോംസ് ആയിട്ട് ഈ ഡൗൺവാർഡ് ആറിന്റെയും എസിന്റെയും ഹുക്ഡ് ഫോം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? അതായത് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഒരു സൗണ്ടിന് രണ്ട് ഫോംസ് വരും. ലെഫ്റ്റ് കേഴ്സും അതുപോലെ തന്നെ റൈറ്റ് കേഴ്സും വരുന്നുണ്ട്. അപ്പൊ അതിൽ ലെഫ്റ്റ് കേഴ്സ് ഉപയോഗിക്കാൻ പ്രത്യേകം റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് കേഴ്സ് ഉപയോഗിക്കാനും പ്രത്യേകം റൂൾസ് ഉണ്ട്. അപ്പൊ അതാണ് ഇന്ന് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആൾട്ടർനേറ്റീവ് ഫോംസ്, അഡീഷണൽ സൈൻസ് ഫോർ ഫിർ, വിർ എക്സെട്ര. അതായത് ഈ ഫിർ, വിർ എന്നുള്ളതിനൊക്കെ സൈൻസ് ഉണ്ട്. അത് കൂടാതെ അതിന് അഡീഷണൽ ആയിട്ട് സൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദ സ്റ്റോക്സ് ആർ, എസ് ആർ നോട്ട് ഹുക്ഡ് ഫോർ ദ അഡീഷൻ ഓഫ് ആർ ഓർ എൽ. അതായത് നമുക്കറിയാം ഹുക്ക് ഉപയോഗിക്കുന്നത് ആറ് അല്ലെങ്കിൽ എല്ലിന് വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രോക്കിന് പുറമെ ആറ് അല്ലെങ്കിൽ എൽ എന്നുള്ള സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹുക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ആർ എന്നുള്ള സ്ട്രോക്കും എസ് എന്നുള്ള സ്ട്രോക്കും ഈ ആർ ഹുക്കിനും എൽ ഹുക്കിനും വേണ്ടി ഉപയോഗിക്കില്ല. അതേസമയം അത് ഉപയോഗിക്കുന്നത് ഈ ഇത്രയും സൗണ്ട്സിന് ആൾട്ടർനേറ്റീവ് ഫോംസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഹൗവർ ഹുക്ക് ടു പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ് ഫോംസ് ഫോർ ഫിർ, വിർ, ഫിൽ, വിൽ, തിർ, ദിർ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് ആൾട്ടർനേറ്റീവ് ഫോംസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം. ഫിറിന് ആൾട്ടർനേറ്റീവ് ഫോം ഉണ്ട്. വിർ, തിർ, ദിർ, ഫിൽ, വിൽ. ദ ഫസ്റ്റ് ഫോം ഓഫ് ഈച്ച് പെയർ ഈസ് കോൾഡ് ലെഫ്റ്റ് കർവ്. ഇതിലെ ഫസ്റ്റത്തെ ഈ പെയറിലെ ഫസ്റ്റ് ഫോമിനെ പറയുന്ന പേരാണ് ലെഫ്റ്റ് കർവ്. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ദ ലെഫ്റ്റ് മോഷൻ. ലെഫ്റ്റ് മോഷനിൽ എഴുതുന്നത് കൊണ്ടാണ് അത് ലെഫ്റ്റ് കർവ്സ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ഫോം ഓഫ് ഈച്ച് പെയർ ഈസ് കോൾഡ് റൈറ്റ് കർവ്. അതായത് ഈ സെക്കൻഡ് ഫോം റൈറ്റ് കർവ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റൈറ്റ് മോഷനിലാണ് എഴുതുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ദ റൈറ്റ് മോഷൻ. അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ദർ ഈസ് ഓൺലി വൺ ഫോം ഓഫ് തിൽ, നെയിംലി ദ ലെഫ്റ്റ് കർവ്. ലെഫ്റ്റ് കർവ് മാത്രമേ ഈ തിള്ളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. അതിന് ആൾട്ടർനേറ്റീവ് ഫോം ഇല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ലെഫ്റ്റ് കർവ്സും അതുപോലെ തന്നെ റൈറ്റ് കർവ്സും ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ റൂള് വെൻ സ്റ്റാൻഡിങ് അലോൺ. അതായത് ഒരു സ്ട്രോക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉപയോഗിക്കേണ്ട രീതിയാണ്. ലെഫ്റ്റ് കർവ്സ് ഫോർ ഫിർ, വിർ, തിർ ആർ യൂസ്ഡ് ഇഫ് എ വവൽ പ്രിസീഡ്സ്. അതായത് ലെഫ്റ്റ് കർവാണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനത്തെ സാഹചര്യങ്ങളാണെന്ന് വെച്ചാൽ വവൽസ് പ്രിസീഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കർവും, അതേസമയം ഡസ് നോട്ട് പ്രിസീഡ്, ഒരു വവൽ പ്രിസീഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട കർവ് എന്ന് പറയുന്നത് റൈറ്റ് കർവാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, എക്സാമ്പിൾസ് നോക്കാം. ഫ്രേ എന്ന് പറയുമ്പോൾ അവിടെ വവ്വൽ പ്രിസീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ റൈറ്റ് കർവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം ഈതർ എന്നുള്ള വാക്ക് നോക്കാം. ഈതർ എന്ന് പറയുമ്പോൾ അവിടെ വവ്വൽ പ്രിസീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് കർവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത റൂള് വെൻ ജോയിൻ ടു അനദർ സ്ട്രോക്ക് ദ ഫോം ഈസ് യൂസ്ഡ് വിച്ച് ഗിവ്സ് ദ ഈസിയർ ജോയിനിങ്, പ്രിഫറൻസ് ബീയിങ് ഗിവൺ ടു ദ റൈറ്റ് ഫോംസ്. അതായത് വേറൊരു സ്റ്റോക്കിൻ്റെ കൂടെ ജോയിൻ ആകുമ്പോൾ നമുക്ക് ഏതാണോ ഈസി ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ആ ഒരു ഫോമാണ് ഉപയോഗിക്കുന്നത്. അതായത് റൈറ്റ് കർവോ അല്ലെങ്കിൽ ലെഫ്റ്റ് കർവോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അവിടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഫോംസിനാണ്. ഇവിടെ ഉദാഹരണം നോക്കാം. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ അവിടെ ലെഫ്റ്റ് കർവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിർച്യൂ അവിടെയും ലെഫ്റ്റ് കർവ്.
ഫ്രെയിം എന്ന് പറയുമ്പോൾ അവിടെ റൈറ്റ് കേർവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജനറലി ഇറ്റ് വിൽ ബി ഫൗണ്ട് ദാറ്റ് ദ ലെഫ്റ്റ് കേർവ്സ് ജോയിൻ ബെറ്റർ വിത്ത് സ്റ്റോക്സ് റിട്ടൺ ടുവാർഡ്സ് ദ ലെഫ്റ്റ്. അതായത് ലെഫ്റ്റ് കേർവ്സ് ഉപയോഗിക്കുന്നത് ബെറ്റർ ജോയിനിങ്, അതായത് സ്റ്റോക്സ് റിട്ടൺ ടുവാർഡ്സ് ലെഫ്റ്റ്, അതായത് സ്റ്റോക്സ് ലെഫ്റ്റ് ഭാഗത്തേക്ക് എഴുതുന്ന സ്റ്റോക്സിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റ് കേർവ്സും അതുപോലെ തന്നെ റൈറ്റ് ഭാഗത്തേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് എഴുതുന്ന സ്റ്റോക്കിൻ്റെ കൂടെ ബെറ്ററായിട്ട് ജോയിൻ ആവുന്നത് റൈറ്റ് കേർവ്സും ആണ്. ഇനി അടുത്തത് ഫുൾ വിൽ. ദ റൈറ്റ് കേർവ്സ് ഫുൾ വിൽ ആർ യൂസ്ഡ് ഓൺലി ആഫ്റ്റർ സ്ട്രെയിറ്റ് അപ്പ് സ്റ്റോക്സ് ആൻഡ് ദ ഹൊറിസോണ്ടൽസ്. അതായത് ഈ അപ്പ് സ്റ്റോക്സ്, ഹൊറിസോണ്ടൽ സ്റ്റോക്സ് ആയ KGN എന്നുള്ള സ്റ്റോക്സും അതുപോലെ തന്നെ അപ്പ് സ്റ്റോക്സിൻ്റെയും കൂടെ, സ്ട്രെയിറ്റ് അപ്പ് സ്റ്റോക്സിൻ്റെയും കൂടെ ഈ റൈറ്റ് കേർവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം, കാവിൽ, നേവൽ, അതാണ് അവിടുത്തെ എക്സാമ്പിൾസ്. ഇൻ്റർവീനിങ് വവൽസ്. In order to obtain a briefer or an easier outline, an initial hooked form may be used even when a vowel separates L or R from the stroke consonant. അതായത് ഇവിടെ ഹുക്ഡ് ഫോംസ് ആ L അല്ലെങ്കിൽ ആറിൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ കൂടി അവിടെ ഹുക്ഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ടു ഒബ്റ്റെയിൻ എ ബ്രീഫർ ഓർ ആൻ ഈസിയർ ഔട്ട്ലൈൻ, അതായത് ബ്രീഫായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഹുക്കിൻ്റെ ഇടയ്ക്ക്, അതായത് ഹുക്കിൻ്റെ സൗണ്ടായ Lൻ്റെ ആറിൻ്റെ ഇടയ്ക്ക് ഒരു വവ്വൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ ഹുക്ഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. വേർ നെസസറി ആൻ ഇൻ്റർവീനിങ് ഡോട്ട് വവൽ ബിറ്റ്വീൻ എ സ്റ്റോക്ക് ആൻഡ് ആൻ ഇനിഷ്യൽ ഹുക്ക് മേ ബി ഇൻഡിക്കേറ്റഡ് ബൈ റൈറ്റിംഗ് എ സ്മോൾ സർക്കിൾ. അതായത് ഒരു സ്റ്റോക്കിൻ്റെയും അതുപോലെ തന്നെ ആ ഹുക്കിൻ്റെയും ഇടയ്ക്ക്, ഇനിഷ്യൽ ഹുക്കിൻ്റെ ഇടയ്ക്ക് ഒരു വവൽ, ഡോട്ട് വവൽ വന്നിട്ടുണ്ടെങ്കിൽ ഡോട്ട് വവലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ സർക്കിളാണ് ഉപയോഗിക്കുന്നത്. അതായത് അത് എയ്തർ ആഫ്റ്റർ ഓർ ബിഫോർ സ്റ്റോക്ക്, ആ ഒരു സർക്കിള് ബിഫോറായിട്ടോ അല്ലെങ്കിൽ ആഫ്റ്ററായിട്ടോ എഴുതാൻ പറ്റും. ബാർലി എന്ന് പറയുമ്പോൾ അവിടെ ബർ എന്നുള്ള ആ സ്റ്റോക്ക് ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ആ എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ്റെ അടുത്ത് സ്മോൾ സർക്കിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ചാലഞ്ചിൻ്റെ അവിടെ, അതായത് ഇപ്പം ഇവിടെ ബിഫോറും ഇവിടെ ആഫ്റ്ററും ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ആൻഡ് ആൻ ഇൻ്റർവീനിങ് ഡാഷ് വവൽ ഓർ ഡിഫ്തോങ് മേ ബി ഇൻഡിക്കേറ്റഡ് ബൈ സ്ട്രൈക്കിംഗ് ദ സൈൻ ത്രൂ ദ സ്റ്റോക്ക് കൺസണൻറ്റ്. അതായത് ആ ഒരു സൗണ്ടിൻ്റെ ഇടയ്ക്ക്, അതായത് ഒരു സ്റ്റോക്കിൻ്റെയും ആ ഹുക്കിൻ്റെയും ഇടയ്ക്ക് വവ്വൽ, ഡാഷ് വവ്വലോ അല്ലെങ്കിൽ ഡിഫ്തോങ്ങോ വരികയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സൈന് സ്ട്രൈക്കിംഗ് സൈൻ ത്രൂ ദ സ്റ്റോക്ക് കൺസണൻറ്റ്, ആ ഒരു കൺസണൻറ്റിൻ്റെ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഉദാഹരണം നോക്കാം, ബർമ. അവിടെ ആ എന്നുള്ള ഡാഷ് വവലാണ് വന്നിട്ടുള്ളത്, അത് ബർ എന്നുള്ള സ്റ്റോക്കിൻ്റെ നടുക്കിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്, അത് കട്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. നള്ളിഫൈ. പിന്നെ ലെക്ചർ എന്ന് പറയുമ്പോൾ അവിടെ യു എന്നുള്ള ആ ഒരു ഡിഫ്തോങ് ആണ് വന്നിട്ടുള്ളത്, അത് ആ ടെറിൻ്റെ എൻഡിലായിട്ട് അവിടെ ക്രോസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രൈക്ക് ചെയ്ത് എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ വവൽ സൈൻ കനോട്ട് ബി ഈസിലി ബി റിട്ടൺ ത്രൂ ദ സ്റ്റോക്ക്, ഇറ്റ് മേ ബി പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓർ ദ എൻഡ് ഫോർ എ ഫസ്റ്റ് പ്ലേസ് ഓർ തേർഡ് പ്ലേസ് വവൽ റെസ്പെക്റ്റീവ്ലി. അതായത് ഫസ്റ്റ് പ്ലേസിലും തേർഡ് പ്ലേസിലും ഇത് ത്രൂ ദ ലൈൻ എഴുതാൻ പറ്റില്ല, അപ്പോൾ അത് ബിഗിനിങ്ങിലും എൻഡിലും പ്ലേസ് ചെയ്യും. ഇവിടെ ഉദാഹരണം നോക്കാം, കോർണർ. അവിടെ ഓ എന്നുള്ള വവൽ ആ ഇതിൻ്റെ ബിഗിനിങ്ങിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടോളറബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഓ എന്നുള്ള വവൽ ബിഗിനിങ്ങിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ യു എന്നുള്ള ഡിഫ്തോങ് എൻഡിൽ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് നേഴ്സ്, ടർക്ക്, ഡാർക്ക് ആൻഡ് ഫ്യൂ അതർ വേർഡ്സ് ദ ഇനീഷ്യലി ഹുക്ഡ് സ്റ്റോക്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ മോണോസിലബിൾസ്. അതായത് ഈ ഒരു വേർഡ്സ് എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വേർഡ്സിലും, ആ വേർഡ്സും കുറച്ച് വേർഡ്സും ഒഴികെ മോണോസിലബിൾസിൽ ഇനീഷ്യലി ഹുക്ഡ് സ്റ്റോക്സ് ഉപയോഗിക്കാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ആ കൺസണൻസ് സെപ്പറേറ്റഡ് ബൈ വവൽ, അതായത് ഈ കൺസണൻസിന്
വവൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മോണോസിലബിൾ ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ അവിടെ ഇനീഷ്യലി ഹുക്ഡ് ഫോംസ് ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നഴ്സ്, ടർക്ക്, ഡാർക്ക്. അതായത് ഇവിടെ നോക്കുക, പെയർ എന്ന് പറയുമ്പോൾ അവിടെ മോണോസിലബിൾ വേർഡാണ്. അപ്പോൾ അതിൽ പെയർ എന്ന് പറയുമ്പോൾ പീനെയും ആറിനെയും എ എന്നുള്ള ആ സെക്കൻഡ് പ്ലേസ് വവൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെയിൽ, ടേർ, ടോർ എക്സെട്ര ആർ റിട്ടൺ വിത്ത് സെപ്പറേറ്റ് സ്റ്റോക്സ് സോ ആസ് ടു ഇൻഡിക്കേറ്റ് ദ ഇൻ്റർവീനിങ് വവൽ. അതായത് ഇൻ്റർവീനിങ് വവൽ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോണോസിലബിൾ വേർഡ്സ് വരുമ്പോൾ അതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ, അതായത് ആ സ്റ്റോക്കുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻ്റർവീനിങ് വവൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഹുക്ഡ് ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. വെൻ സ്റ്റാൻഡിങ് എലോൺ ദ ലെഫ്റ്റ് കേഴ്സ് ഫിർ, വിർ, തിർ, ദിർ ആർ യൂസ്ഡ് ഇഫ് എ വവൽ പ്രൊസീഡ്സ്. അതായത് ഒരു വേർഡ്, അതായത് ഈ കേഴ്സ്, അതായത് ഹുക്ഡ് ഫോംസ് ഒറ്റയ്ക്ക് വരുന്ന വേർഡ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വേർഡ്സിൽ ഒരു വവൽ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ലെഫ്റ്റ് കേഴ്സും, അതേസമയം വവൽ പ്രൊസീഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് റൈറ്റ് കേഴ്സുമാണ് ഉപയോഗിക്കേണ്ടത്. വെൻ ജോയിൻ ടു അനദർ സ്റ്റോക്ക് എയ്തർ കർവ് ഈസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു സെക്യൂർ ആൻ ഈസിയർ ജോയിനിങ്. അതായത് വേറെ സ്റ്റോക്കുകളുടെ കൂടെ ഈ ഹുക്ഡ് ഫോംസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഈസിയർ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് ഏത് ഫോം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത റൂള്, ദ റൈറ്റ് കേഴ്സ് ഫുൾ വിൽ ആർ യൂസ്ഡ് ആഫ്റ്റർ സ്ട്രെയിറ്റ് അപ്പ് സ്റ്റോക്സ് ആൻഡ് ആഫ്റ്റർ ഹൊറിസോണ്ടൽസ്. അതായത് സ്ട്രെയിറ്റ് അപ്പ് സ്റ്റോക്സിൻ്റെ കൂടിയും ഹൊറിസോണ്ടൽസിൻ്റെയും കൂടിയും ഈ ഫില്ലിൻ്റെയും വില്ലിൻ്റെയും റൈറ്റ് കേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻ ഓൾ അതർ കേസസ് ലെഫ്റ്റ് കേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽസിൻ്റെയും അപ്പ് സ്റ്റോക്കിൻ്റെയും കൂടെ റൈറ്റ് കേഴ്സും, അല്ലാത്ത സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് കേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത റൂള്, ആൻ ഇൻ്റർവീനിങ് ഡോട്ട് വവൽ ബിറ്റ്വീൻ എ സ്റ്റോക്ക് ആൻഡ് ആൻ ഇനീഷ്യൽ ഹുക്ക് ഈസ് ഷോൺ ബൈ റൈറ്റിംഗ് എ സ്മോൾ സർക്കിൾ ഫോർ ദ ഡോട്ട് വവൽ എയ്തർ ആഫ്റ്റർ ഓർ ബിഫോർ ദ സ്റ്റോക്ക്. അതായത് ഒരു ഇൻ്റർവീനിങ് ഡോട്ട് വവൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ സർക്കിളാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബിഫോറോ അല്ലെങ്കിൽ ആഫ്റ്ററോ ആ സ്റ്റോക്കിൻ്റെ ഏത് വസ്തു വേണമെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത റൂള്, ആൻ ഇൻ്റർവീനിങ് ഡാഷ് വവൽ ഓർ എ ഡിഫ്തോങ്. ഡാഷ് വവൽ അല്ലെങ്കിൽ ഡിഫ്തോങ് ഈസ് ഷോൺ ബൈ ഇൻ്റർസെക്റ്റിംഗ് ദ സൈൻ ഫോർ ദ വവൽ ഓർ ഡിഫ്തോങ്. അതായത് ആ ഒരു സൈന് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് എഴുതുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾക്കും മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.